മോഹൻലാലിന്റെ ഫിഗർ കാണിച്ചാവും വന്നത്. കലക്കി കലക്കി. ഹായ് എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. അപ്പൊ ഇന്നത്തെ പരിപാടികൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോ ഇന്നത്തെ ഓഡിയൻസ് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. നല്ല ചുണക്കുട്ടന്മാരും ചുണക്കുട്ടികളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. വിത്ത് മിസ് എവിടുന്നാണ്? ഞങ്ങൾ സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് കൊടകര. കാണാറുണ്ടോ? ഓ, കാണാറുണ്ട്. ഇഷ്ടപ്പെടാറുണ്ട്. എല്ലാ സ്കിറ്റുകളും ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലാ സ്കിറ്റും ഇവിടെ കലാകാരന്മാരെയും ശ്രദ്ധിച്ചിട്ടുണ്ട് ഞങ്ങൾ. അപ്പൊ നിങ്ങൾ സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ, മിസ് വന്നിട്ടില്ല? മിസ്സാണോ? ഇതാണോ മിസ്? ഷാജാൻ മിസ് ചെയ്തു അല്ലേ? ഞാൻ മിസ്സാണെന്ന് മനസ്സിലായില്ല. അപ്പൊ എന്തായാലും അടിപൊളി, ഒരുപാട് സന്തോഷം. താങ്ക് യു. അപ്പോൾ നമുക്ക് സ്കിറ്റുകളൊക്കെ എൻജോയ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനി സമയം കളയുന്നില്ല, ഞങ്ങൾ സീറ്റിലോട്ട് ഇരിക്കുകയാണ്. നിങ്ങളെ പൊട്ടിച്ചിരിപ്പിക്കാനായിട്ട് ഒരുപാട് ഐറ്റംസുകളുമായിട്ട് നമ്മുടെ ഗംഭീര ടീമുകൾ കൊണ്ട് വരുന്നുണ്ട്. ഇത് ഐറ്റം വേറെ. പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാല് ഇവിടെ ഈ കുട്ടിപ്പട്ടാളം ടീം ഒന്ന് പൊളിച്ചെടുക്കുക അല്ലേ? കുട്ടികൾ എന്താ സംശയം ഉണ്ടോ കാര്യത്തിൽ അല്ലേ? നമ്മുടെ ഇന്ന് മലയാളത്തിലെ പല ചാനലുകളും അല്ലേ, പല ചാനലുകളും കുട്ടികളുണ്ട്, കുട്ടികൾ ഉൾപ്പെടുന്ന ടീമുകളുണ്ട്. പക്ഷെ മലയാളത്തിലെ കോമഡി ഷോകളിലെ സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഷോയിലാണെന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഒരേപോലെ അഭിപ്രായപ്പെട്ടൊരു കാര്യമാണ്. അതിന് ഒരുപാട് നമുക്ക് സന്തോഷവും അഭിമാനവും ഉണ്ട്. അപ്പൊ അതിലൊരു ടീമല്ലേ വരാൻ പോകുന്നത്. അതെ, നമുക്ക് അങ്ങനെ ടീമിനെ വിളിച്ചാലോ? വിളിക്കേ. ആര്യ, ആരാധ്യ ആൻഡ് ദേവി ലക്ഷ്മി. അടിപൊളി. എന്റെ ഭഗവാനെ, മര്യാദക്ക് വീട്ടിൽ സീരിയലും കണ്ട് തിന്നും കുടിച്ചോണ്ട് നടന്ന എന്നെ ഇവളമാരെല്ലാരും വന്ന് വിളിച്ച്, എടി നമുക്ക് ഉത്സവത്തിന് തിരുവാര കളിക്കാന്ന് പറഞ്ഞോണ്ട് എല്ലാം എന്നെ വിളിച്ചോണ്ട് വന്ന്. തികച്ചൊരെണ്ണം പോലും ഇതുവരെ പ്രാക്ടീസിന് വന്നിട്ടില്ല. ആ ജഗദമ്മേ, ഞാനൊന്ന് വിളിക്കട്ടെ. ഹലോ ആടി ജഗദമ്മേ. നീ എന്ത് പ്രാക്ടീസിന് വരണില്ലേ? തലവേദനയാ? അത് ഞങ്ങൾക്കറിയാം. പിന്നെ എണ്ണം തികയത്തോണ്ടാണ് നിന്നെ പിടിച്ച് ഇതിന്റെ അകത്ത് ഇട്ടെ. അയ്യോ, എന്നെ കൊണ്ട് നിങ്ങൾക്ക് തലവേദനയാന്നല്ല പറഞ്ഞത്. പിന്നെ എന്റെ ഭർത്താവിന് തലവേദനയാന്ന്. എടി, അവന്റെ തലവേദന മാറണമെങ്കിൽ നീ അവിടെ നിങ്ങോട്ട് വരണം. അപ്പൊ അവന്റെ തലവേദന തന്നെത്താനെ മാറിക്കൊള്ളും. അയ്യോ, അത് പറ്റത്തില്ല. അതെന്ത്? അങ്ങേരുടെ തലവേദന മാറണമെങ്കിലേ ഞാൻ അടുത്തിരിക്കണം എന്നാ പറഞ്ഞേക്കുന്നേ. എന്റെ ഭഗവാനെ, നീ വച്ചിട്ട് പോ. അവന്റെ തല വെട്ടിപ്പൊളന്നാലേ ഇവളടങ്ങത്തുള്ളെന്നാണ് എനിക്ക് തോന്നണത്. ഇനിയിപ്പൊ ഞാൻ ആരെ വിളിക്കും? ആരും വന്നില്ലേ? ഇല്ലടി, ആരും ഇതുവരെ വന്നില്ല. പക്ഷേ എല്ലാത്തിനെയും വരുത്താനുള്ള ഐഡിയ ഒക്കെ എന്റെ കയ്യിലുണ്ട്. അതെന്താ? എടി, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പില്ലേ, അതിലൊരു വോയിസ് ഇട്ടാലോ എന്ന് ഞാൻ ആലോചിക്കുക. നമ്മുടെ സാവിത്രിയിലെ തെക്കേ പുറത്തെ അവളെ മോള് ഒരു ബംഗാളിയുടെ ഒളിച്ചോടിപ്പോയി. ബാക്കി കഥ എന്താണെന്ന് അറിയണമെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തിയ കഥയും പറഞ്ഞു തരും. ഗ്രൂപ്പിലിടാ മെസ്സേജ്. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടടി. ഞാൻ എങ്ങാലും ഈ വോയിസ് എടുത്ത് ഗ്രൂപ്പിലിട്ട ഒരു 500 പെണ്ണുങ്ങളെങ്കിലും കുമിഞ്ഞൂടി ഇങ്ങോട്ട് അടിച്ചു കേറി. ബാക്കിയുള്ളതിനെയൊക്കെ ഞാൻ എങ്ങനെ പറഞ്ഞു വിടാനാണ്? ചേച്ചി, എന്താ മതിലൊരു തേങ്ങ പൊതിച്ചു കിടക്കുന്നു? അത് പൊതിച്ച തേങ്ങയല്ലടി. പിന്നെ അപ്പുറത്തെ വീട്ടിലെ രമണിയില്ലേ, ആ രമണിയുടെ ഭർത്താവ് കോവളം പ്രസാദ് ഇവിടെ തിരുവാതിര നടക്കണുണ്ടെന്നും പറഞ്ഞോണ്ട് എത്തി നോക്കണയാണ്. അതൊക്കെ പോട്ടെ. ചേച്ചി മീൻ വളർത്തുന്നുണ്ടാ? ഇന്നലെ അക്വറത്തിൽ നിൽക്കുന്നുണ്ട്. ഓ, അത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയതാ. അക്വറത്തിലോ? ഓ എടി, അത് വേറൊന്നും അല്ല. ഇന്നലെ ഞാനും എന്റെ നാത്തൂന്റെ മോനും കൂടെ പുറത്തുപോയി. അന്നേരം ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു, എടാ മോനെ, ഏതെങ്കിലും ഒരു നല്ല ഫിഷ് ഫുഡ് കിട്ടുന്ന സ്പോട്ടിൽ കൊണ്ട് കയറ്റേ. അവൻ നേരെ അക്വാരത്തിൽ കൊണ്ട് കയറ്റി തന്നു. ഫിഷ് ഫുഡ് നിന്നെ ഞാൻ എന്തടി ഗോൾഡ് ഫിഷാ? അയ്യേ, അയ്യോ, എന്റെ അമ്മായിയമ്മ. എടി സുലോചനെ, ഇന്നോട്ട് ഞാനുണ്ടടി തിരുവാതിര കളിക്കാൻ. അതിനു വേണ്ടിയാ ഞാൻ അങ്ങനെ അണിഞ്ഞൊരുക്കൊക്കെ വന്നേക്കുന്നേ. അല്ല, എന്നെ കാണാൻ എങ്ങനെ ഉണ്ട്? 90കളിലെ അംബാസിഡർ കാലറിനെ കല്യാണത്തിനോട് ഒരുക്കി നിർത്തിയിരിക്കണ പോലെ ഉണ്ട്. ചേച്ചി, ഇത് ഞാൻ തിരുവാതിര കളിക്കുന്നുള്ള കുശുമ്പ എന്നെ. അയ്യോ, അതുകൊണ്ടൊന്നല്ല. ഇവള് രാവിലെ തന്നെ വീട്ടിലെ പണിയൊന്നും ചെയ്യാതെക്കാൻ വേണ്ടിട്ടേ തിരുവാതിര കളി എന്ന് പറഞ്ഞ അങ്ങ് ഇറങ്ങിപ്പോ. എന്നിട്ട് ആ വീട്ടിലെ പണി മൊത്തം ചെയ്യുന്നത് ഞാനാ. അങ്ങനെ സുയിച്ച് തിരുവാതിര കളിക്കണ്ട. നിങ്ങൾക്ക് തിരുവാതിര കളിക്കാൻ അറിയാ? തിരുവാതിര എന്തെന്നാ നിങ്ങൾക്ക്? എന്റെ ആയ പ്രായത്തിലെ എത്ര തിരുവാതിര കളിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ടെന്ന് അറിയോ? കിട്ടിയതായിരിക്കത്തില്ല, ജഡ്ജസിനെ പ്രാഗിറ്റ് പിടിച്ചു പറിച്ച് ആയിരിക്കും. അല്ലെങ്കിൽ കമ്മിറ്റിക്കാര് കാണാണ്ട് അടിച്ചോണ്ടോടിയതായിരിക്കും. എന്റെ കുടുംബക്കാരടി അടിച്ചോണ്ടോടിയേ? എന്റെ വീട്ടുകാരില്ലേ നല്ല കലയൊക്കെ ഉള്ളവരാ. എന്റെ അമ്മ നല്ല മോഹിനിയാട്ടക്കാരിയാ, അറിയോ? മോഹിനിയാട്ടം ഇവളച്ഛൻ മോഹനിട്ട ആട്ടലാണ് ഇവളമ്മയുടെ പരിപാടി. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ആട്ടി
കൂടുന്ന നിർത്ത്. കടലമ്മയ്ക്ക് തിരുവാതിര കളിക്കണമെന്നുണ്ടെങ്കിൽ കടലമ്മയാ. അയ്യോ പേരൊന്നും കമലമ്മ. ആ കമലമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കളിക്കട്ടെ. അല്ലേ ഇതെന്താ നടക്കുന്നത്? ഇതൊരു കലാരൂപാന്ന്. അതിന് ഇവർക്ക് അഭിനയിക്കാൻ അറിയത്തില്ല. അത് ശരിയാ, എനിക്ക് ഇവളത്ര അഭിനയിക്കാൻ അറിയില്ല. നിങ്ങളൊക്കെ ഇവളെ അഭിനയം കണ്ടിട്ടുണ്ടോ? എന്നോടൊരു അഭിനയം അഭിനയിക്കും, എന്നിട്ട് എന്റെ മോനോട് വേറൊരു അഭിനയം, ഇവിടെ വീട്ടുകാർ വരുമ്പോ മറ്റൊരു അഭിനയം, പിന്നെ ഈ നാട്ടുകാരൊക്കെ എടുത്തേ ഒരു സ്പെഷ്യൽ അഭിനയ. ഇങ്ങനത്തെ അഭിനയം ഒന്നും എന്തായാലും അറിയില്ലേ? ശരി ചേച്ചി, ഇവർക്ക് അഭിനയിക്കാൻ അറിയില്ല. പക്ഷെ ക്രിക്കറ്റ് കളിക്കുന്നതിൽ ഇവർക്ക് നല്ല ഭാവിയുണ്ട്. ക്രിക്കറ്റില് ഭാവിയാ? സത്യം. നമ്മളെ ആ ബോളർ ഷെയ്ൻ വൂണില്ലേ, ഓ. ബോൾ കുത്തി തിരിച്ചല്ലേ എറിയുന്നത്. ആ ഷെയ്ൻ വൂൺ ഒന്നും അല്ല, അതിനെക്കാട്ടും വലിയ കുത്തിത്തിരിപ്പ് ഈ തള്ള. ഓ പുഷ്പേ, കമലമ്മയ്ക്ക് അറിഞ്ഞൂടെങ്കിൽ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. അയ്യോ അങ്ങനെ എല്ലാം ഒന്നും പഠിപ്പിച്ചിരണ്ട, കുറച്ചൊക്കെ എനിക്കറിയാം. കുറച്ചൊക്കെ അറിയാന്നല്ലേ പറയുന്നേ? എന്നാ പിന്നെ ഞാൻ പറയുന്ന കുറച്ച് അഭിനയങ്ങളൊക്കെ ഒന്ന് കാട്ടിക്കേ. ഓ എല്ലാവരും ശ്രദ്ധിച്ചോണേ. ശൃംഗാരം. അയ്യേ ഇതെവിടത്തെ ശൃംഗാരം? വയസ്സായ ശൃംഗാരം എത്രക്കെ വരത്തുള്ളൂ. എന്റെ ആയ പ്രായത്തിലെ എത്ര ശൃംഗരിച്ചതാ. കമലമ്മേ ഇതിപ്പോ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറയണ അടുത്ത നിങ്ങളൊന്ന് ചെയ്യേ. കരുണം. ഒരു കരുണ പോലും ഇല്ലാത്തവരെ എന്തോന്ന് കരുണ കാണിക്കാനാ? ഞാൻ കാണിച്ചോളാം. ഓ ഇതൊരുമാതിരി പൂച്ച ഉണക്കമീൻ മുളപ്പിച്ച പോലെ ഉണ്ടല്ലോ. ഇതെന്താ നീ പറയണേ? ഒന്നെങ്കിലും നിന്റെ അമ്മയമ്മല്ലേ ഇത്? ഒറ്റ അടി വെച്ച് പറ്റിത്തരും ഞാൻ. ഇതുകൊണ്ട് നിനക്ക് പൂച്ച ഉണക്കം മണപ്പിക്കണ പോലെയാണോ? പിന്നെ വെറും പൂച്ചയാണോ? കണ്ടമ്പൂച്ച മണപ്പിക്കണ പോലെ എന്ന് പറയണം. അയ്യോ ഇതൊന്നും അല്ല കരണം. വേറെ ഒരെണ്ണം ഞാൻ തരാം. ബീഭത്സ്യം. ആ അത് ചെയ്യണമെങ്കിൽ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ? ഇവളെ ഇങ്ങോട്ട് പിടിച്ചു നിർത്താം. ഇവളെ മുഖം കണ്ടാലേക്ക് ആ ബീഭത്സ്യം വരൂ. അപ്പൊ മാസ്റ്റർ പീസ് ആണല്ലേ? ആ ഇവിടെ ഒന്ന് നിക്ക്. കേരളത്തിന് ഒന്നേന്ന് ഉണ്ടാക്കാൻ പോണ പരശുരാമൻ നിൽക്കും പോലെ നിക്കാണ്. അയ്യോ അമ്മയ്ക്കിപ്പം തിരുവാതിര പഠിക്കണം, അത്രയല്ലേ ഉള്ളൂ. വട്ടത്തിൽ നിങ്ങൾ രണ്ടുപേരും. കമലമ്മ ഇവിടെ വാ, ഞാൻ അവിടെ നിക്കാം. ആദ്യത്തത് അരമണ്ഡലമാണ് കേട്ടോ. പുഷ്പയ്ക്ക് അറിയാവുന്നതാണ്. അത് നമുക്ക് ചെയ്യാം. കുറച്ചും കൂടെ താഴെ, കുറച്ചും കൂടെ. അല്ലേ ചേച്ചി, എനിക്ക് താഴാൻ പറ്റൂല. അതെന്ത്? പുഷ്പ താഴത്തില് ഇടി കുറച്ചും കൂടെ താഴടി പെണ്ണേ. ചേച്ചി പുഷ്പയാമേ. അവളൊരു പുഷ്പ കുറെ നേരം കൊണ്ട്. അല്ലേ ചേച്ചി താഴ്ന്നില്ലല്ലോ. എനിക്ക് താഴാൻ പറ്റത്തില്ലടി. എന്താ? ഞാനിങ്ങനെ താന്നാണ് എന്റെ 18 പാവട വട്ടത്തിൽ കയറി വീട്ടിൽ. അതുകൊണ്ട് ഞാൻ ഇനി താഴത്തില്ല. അപ്പൊ നമുക്ക് ഇനി പഠിച്ചു തുടങ്ങാം. ആരെന്താ? പാർവതീന്ദുമുഖി പാർവതി എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് പോകുമ്പോ അമ്മ പുഷ്പയുടെ അടുത്ത് പോണം. എന്ത് പറയുന്നു? പഠിച്ചില്ലേ? പുഷ്പയ്ക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ചെയ്യാം. പാർവതീന്ദുമുഖി പാർവതി. ടൈമിംഗ് ഇല്ല. അടിച്ചല്ലോ. തെറ്റായി പോയി. നിങ്ങൾ എന്തിനാണ് അവളെ ചെപ്പാൻ കൂട്ടി നോക്കി അടിച്ചു കൊടുത്തത്? ഇനി മേത്ത് തൊട്ടുള്ള കളിയൊന്നും വേണ്ട. നിന്നോടും കൂടെ ചേർത്തേനെ ഞാൻ പറഞ്ഞത്. പാർവതീന്ദുമുഖി പാർവതി. ഇതാണോ സ്റ്റെപ്പ്? കണ്ടേ ചേച്ചി. കമലമ്മേ ഇത് തിരുവാതിരയാണ്, അല്ലാത്ത കയ്യാക്കളിയല്ല. എന്തെങ്കിലും വിരോധം തമ്മി ഉണ്ടെങ്കിൽ അത് മര്യാദക്ക് വീട്ടിൽ തീർത്തിട്ട് വന്നെങ്ങാനും ചെയ്ത രണ്ടിനെ ഞാൻ അവിടുന്ന് പുറത്താക്കും. അയ്യോ എന്റെ 3 മക്കളാണേ സത്യം, ഞാൻ ഇതൊന്നും അറിഞ്ഞോണ്ടല്ലേ ചെയ്തത്. ചുമ്മാതെയാ. ഞാനും പുഷ്പയും കളിച്ച് കാണിച്ചുതരാം. അത് കണ്ട് കമലമ്മ ചെയ്താൽ മതി. തെറ്റിക്കല്ലേ. പാട്ടിട്. കമലമ്മേ നിങ്ങളടുത്ത് ഞാൻ നോക്കി കളിക്കാനല്ലേ പറഞ്ഞ? നിങ്ങൾ എന്തിനാണ് ഈ കാണിച്ചു കൂട്ടണത്? ഞങ്ങള് കളിച്ചോലല്ലേ കളിച്ചേ, നിങ്ങളല്ലേ തെറ്റിച്ചേ. ഞാനൊരു കാര്യം പറയുന്നതിൽ വിരോധമൊന്നും തോന്നരുത്. ഇല്ല. അടുത്ത തിരുവാതിരക്ക് കളിച്ചാ പോരെ? മോനോട് പറഞ്ഞിട്ട് ഞാൻ അവളെ വിടത്തില്ല. ശരിയാച്ചി, അമ്മേന്റെ പൊന്നാര മോനാ അത്. എന്ത് പറഞ്ഞാലും കേക്കൂ. ഓ നീ പോയി കഴിഞ്ഞാൽ ഈ തിരുവാതിര മൊത്തം അങ്ങ് കുഴയുമല്ലേ. നമ്മളിപ്പോ എന്തോ ചെയ്യും? ഒരു വഴിയുണ്ട്, രണ്ടും കൽപ്പിച്ചങ്ങ് ചെയ്യാം. കമലമ്മേ കമലമ്മയ്ക്ക് തിരുവാതിര പങ്കെടുക്കണം. അത്രയല്ലേ ഉള്ളൂ. വാക്കൊന്നും മാറ്റില്ല കേട്ടോ. ഇല്ല. അപ്പോ
ഒരാൾക്ക് പകരം നിൽക്കുന്നതിൽ പ്രശ്നമുണ്ടോ? എനിക്ക് ആർക്ക് പകരം നിന്നാലും കുഴപ്പമില്ല, പക്ഷെ ഈ തിരുവാതിരയിൽ പങ്കെടുക്കണം, അത്രേ ഉള്ളൂ. അല്ല, ആർക്ക് പകരാ? സുനിതക്ക് പകരാ? അല്ല. രമണിക്ക് പകരാ? അല്ല. പിന്നെ ആർക്ക് പകരാ? നടുക്കൊരു വിളക്കുണ്ടല്ലോ, ആ വിളക്കിന്റെ സ്ഥാനത്ത് ഇത്തിരി അടങ്ങി ഒതുങ്ങി അവിടെ നിൽക്കാൻ പറ്റുമോ? വിളക്കിന് പകരം നിലവിളക്കാക്കിയാ? എന്നാ പിന്നെ നമുക്ക് അതിന്റെ തണ്ണി വെച്ചൊരു തിരിയും കൂടി കത്തിക്കാൻ പറ്റുമോ? പുഷ്പേ ഓഴത്തിലുള്ള ആര്യ, ആരാധ്യ, ദേവിലക്ഷ്മി ഒരു ഉഗ്രം കൈ. അടിപൊളിയായിരുന്നു, എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. പക്ഷെ എല്ലാവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയണ്ടേ? നമുക്ക് കമന്റ്സിലോട്ട് പോയാലോ? ആദ്യം നമുക്ക് നസീർ അങ്കിളിൽ തുടങ്ങാം. നന്നായിരുന്നു കേട്ടോ, ഗംഭീരമായിരുന്നു. പക്ഷെ ഇതിലും നല്ലത് വലിയവര് കളിച്ചിരുന്ന കുറച്ചുകൂടി നന്നായിരുന്നു ഈ തിരുവാതിര. നിങ്ങൾ പിള്ളേരായതുകൊണ്ടാണ് ആ കൈ അടിച്ചതിലൊക്കെ ചെറിയൊരു ടൈമിങ്ങിന്റെ വ്യത്യാസങ്ങളൊക്കെ പോലെ ഫീൽ ചെയ്തു. നിങ്ങൾ ആ സ്കിറ്റിൽ പറഞ്ഞ പോലെ ടൈമിങ്ങിനൊരു പ്രശ്നം വന്നു. പിന്നെ കൗണ്ടറുകളൊക്കെ നല്ല നല്ല നിലവാരമുള്ളതാണ്, പക്ഷെ അത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അതൊരു വേറൊരു സത്യം. റിഹേഴ്സൽ കുറവുണ്ടായിരുന്നോ? ഇല്ലെന്നാണ് ഞങ്ങളുടെ ഒരു നിഗമനം. നിങ്ങളുടെ നിഗമനം അതെന്താണ് അതിന്റെ അർത്ഥം? വിചാരിക്കുന്നു. ആരാ പറഞ്ഞു തന്നത് നിഗമനത്തിന്റെ അർത്ഥം? വിചാരിക്കുന്നു. അവർക്ക് രണ്ടുപേർക്കും അറിഞ്ഞൂടാ. അപ്പൊ നീയാണ് ഇതിന്റെ ആള്. ഈ നിഗമനം എന്നുള്ള വേട് ആരാ പഠിപ്പിച്ചെന്ന് പറഞ്ഞേ? അടുത്ത ഗോളായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ്, നിഗമനം പോലും അറിയാതെയാണ് തിരുവാതിര കളിക്കാനായിട്ട് 3 പേരും വന്നത്. അല്ലെങ്കിൽ ആ നിഗമനം പിൻവലിക്കാൻ പറ്റുമോ? എന്നാ പിൻവലിച്ചോ. നിഗമനം പിൻവലിച്ച് മാപ്പ് പറഞ്ഞിരിക്കുന്നു പറ. മാപ്പ് നല്ലൊരു അർത്ഥം പറയത്തില്ല നീ നിഗമനത്തിന്റെ. എവിടെയോ വായിച്ചു കേട്ടൊരു അപ്പൊ ഇതൊക്കെയായിരുന്നു വിഷയങ്ങള്. നിങ്ങൾ ഈ ഉള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒഴിച്ചാൽ നല്ല ഗംഭീര സ്കിറ്റായിരുന്നു, അടിപൊളിയായിരുന്നു. 3 പേരും 100 നിന്ന് കളിക്കുകയൊക്കെ ചെയ്തു, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഈ നിഗമനത്തിൽ വന്നപ്പോൾ സംഭവം മൊത്തത്തിൽ കളം മാറിപ്പോയി. ഇത്രയും എനിക്ക് പറയാനുള്ള. അടുത്ത പ്രാവശ്യം ഇതെല്ലാം ശ്രദ്ധിച്ച് ഈ സ്കിറ്റ് പഠിപ്പിക്കുന്ന മാമന്മാരോട് നിഗമനത്തിന്റെ അർത്ഥവും കൂടെ ചോദിച്ചിട്ട് അത് ആദ്യം ചെയ്തതിന് ശേഷം ബാക്കിയുള്ള സ്കിറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു, നല്ല ഗംഭീരമായിട്ട് കളിച്ചു എന്നുള്ളത്. പിന്നെ എനിക്കിനകത്ത് ഒരു കുറവായിട്ട് തോന്നിയത്, നമ്മൾ ഈ അമ്മായിമാരെ ഇങ്ങനെ കുറ്റം പറയണോ? എന്തിനാണ് ഈ അമ്മായിമാരെ ഇങ്ങനെ കുറ്റം പറയാം? അതെനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്താ അങ്ങനെ ചെയ്യുന്നത്? അതാ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ്? ദേവലക്ഷ്മിയുടെ വീട്ടിൽ എങ്ങനെയാണ്? എന്റെ വീട്ടിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇത് ഉണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു നിഗമനം. എന്തായാലും ഡ്രസ്സ് ഭയങ്കര ചേർച്ചയുണ്ട് നിങ്ങൾക്ക്. നസീറൊക്കെ പറഞ്ഞ പോലെ അടിപൊളിയായിട്ട്. ഞാനും പറയുന്നത് കൗണ്ടറുകളുടെ ടൈമിംഗ് പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ കളിക്ക് ലൈഫ് വളരെ കുറവായിരുന്നു. പിന്നെ നിങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് ചെറുതായിട്ട് മറന്നുപോയി. പിന്നെ ഇച്ചിരി ലാഗുണ്ട് എന്നൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതെല്ലാം സൂപ്പറായിരുന്നു കേട്ടോ. ഭയങ്കര ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം പോലും മറന്നു പോകാതെ തുടക്കം മുതൽ ഒടുക്കം വരെ വൃത്തിയായിട്ടൊരു സ്കിറ്റ് നിങ്ങൾ കളിച്ചു എന്നുള്ള 3 പേര്. ഞാൻ ഒരു കാര്യങ്ങൾ പറയാം, ഇത് ഐറ്റം വേറെ എന്ന പരിപാടിയിലെ 916 ഗോൾഡാണ് നിങ്ങൾ 3 പേര്. അമ്മായിമ്മയുടെ എക്സ്പ്രഷൻ ബീവത്സം അടിപൊളി. ഒന്നുകൂടെ കാണിച്ച പോലെ അതൊന്നുകൂടെ കാണിച്ചു. കാര്യം നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ ലൈഫിൽ കണ്ടിട്ടില്ല, ഇങ്ങനെ ബീവത്സം കാണിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഈ തിരുവാതിര കോമ്പിനേഷനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു. നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ ആ സ്കിറ്റ് കളിച്ചു എന്നുള്ളതാണ് കേട്ടോ. അടിപൊളി, നല്ല ഉഗ്രൻ സ്കിറ്റായിരുന്നു, അടിപൊളി സ്കിറ്റായിരുന്നു. നന്നായിട്ട് ചിരിച്ചു. നിങ്ങളുടെ ഒരു ഇമ്പ്രൂവ്മെന്റ്സ് കാണുമ്പോൾ ഞങ്ങൾക്ക് എന്ത് സന്തോഷമാണെന്നറിയോ? നിങ്ങളവിടെ ഒന്ന് പെർഫോം ചെയ്യുമ്പം ഓരോ ടൈമിങ്ങിലും ഓരോ ഡയലോഗ് പറയുമ്പം അത് ഗ്രൂമേഴ്സിന് വലിയൊരു കൈഡി കൊടുക്കണം, അത് യാതൊരു സംശയമില്ല. പക്ഷെ അവർ പറഞ്ഞു തരുമ്പോൾ അത് കൃത്യമായിട്ട് കേട്ടത് പഠിച്ച് അതേ ടൈമിങ്ങിൽ ഇവിടെ ഒന്ന് പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ പ്രായത്തിൽ അതൊരു വലിയ ദൈവാനുഗ്രഹമാണ്. അത് നിങ്ങൾക്കതുണ്ട്. 3 പേർക്കും അതിന് പ്രത്യേക കൺഗ്രാജുലേഷൻസ് കേട്ടോ. 3 പേരും ഉഗ്രം പെർഫോമൻസ് ആണ്. പിന്നെ നമ്മൾ ഓരോ ഡ്രസ്സ് ഇടുമ്പോൾ ആ ഡ്രസ്സ് ഇട്ടിട്ട് വരുമ്പോൾ ഒരു നടപ്പിന് അല്ലേ ഒരു പ്രത്യേകതയുണ്ട്. ആര്യമോളെ ആ സെൻറ്ററിൽ കൂടെ ആ ഡ്രസ്സ് ഇട്ട് മോൾ വന്നില്ലേ, അതേപോലെ അവിടെ നിന്ന് ഒന്നും നടന്നു വരുമോ? ബാക്കി 2 പേരും സൈഡിലോട്ടൊന്ന് മാറിക്കേ. ആര്യമോൾ ഒരു മ്യൂസിക് ഇട്ട് കൊടുക്കുമോ? അങ്ങോട്ട് ബാക്കിലോട്ട്. അടുത്തതായി ആരാധ്യ. അമ്മായിയമ്മ ആരാധ്യ
സദസ്സ് കീഴടക്കിക്കൊണ്ട് നടന്നു വരുന്നു. ഓക്കെ, ഇനി മറ്റൊരാള് ഈ ഡ്രസ് ഇട്ട് വേദിയിലേക്ക് വന്ന നടപ്പാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ആരാണ്? ദേവിലക്ഷ്മി. പറത്തില്ല, വിചാരിച്ചു. പാവാട കീറും. അല്ല, ദേവിലക്ഷ്മി ആദ്യം വന്ന പോലെ തന്നെ പറഞ്ഞു. ഓക്കെ, റെഡി, ബാക്കിൽ നിന്ന്. അടിപൊളി അടിപൊളി അടിപൊളി, നല്ല കേടി കൊടുക്കാം പിള്ളേർക്ക്. അടിപൊളി. അപ്പൊ പറഞ്ഞു വന്നത് നല്ല ഉഗ്രൻ സ്കിറ്റായിരുന്നു. 3 പേരും നന്നായിട്ട് പെർഫോം ചെയ്തു. നിങ്ങളുടെ ടൈമിങ് എല്ലാം കൊണ്ടും ഗംഭീരമായിരുന്നു. നല്ല നല്ല തമാശകളുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും അടിപൊളി. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കൺഗ്രാജുലേഷൻസ്. ഓക്കെ, ഇനിയിപ്പം നമുക്ക് മാസിലോട്ട് പോകാലോ. ആദ്യം നസീറങ്ങളോട് തന്നെ ചോദിക്കാം, എന്താവും നമുക്ക് അറിഞ്ഞുകൂടാ. നസീറങ്ങൾ അറിയാലോ. നസീർക്ക, ഞാൻ തൃപ്തനല്ലാത്തതുകൊണ്ട് ഞാനൊരു 5000 രൂപ തരുന്നു. ഓക്കെ, നസീറങ്ങൾ 5000 രൂപ തന്നിട്ടുണ്ട്. നസീറങ്ങൾ അങ്ങനെ പറയുമ്പം ഞാനും വളരെ സീരിയസ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിയാണ്. നിങ്ങൾ കുട്ടികളാണ്, വളർന്നു വരുന്നൊരു ഇതാണ്. എന്നാലും കുഴപ്പമില്ല. പിന്നെ ദേവിലക്ഷ്മിക്ക് പൈസ വേണ്ടാന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാനൊരു അറിവ്. പിന്നെ നിഗമനം മൊത്തത്തിൽ കുഴപ്പമുണ്ട്. അപ്പോൾ എന്തായാലും നസീറങ്ങൾ ഒരു 5000 തന്നുകൊണ്ട് ഞാൻ അത്രയും തരില്ല. ഞാനൊരു 8000 രൂപ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ തന്നെ എത്രയായി? 8ഉം 5ഉം. ദേവിലക്ഷ്മി പറ, 8ഉം 5ഉം. ഇപ്പൊ പറഞ്ഞു 13,000. ഓ, 13,000 രൂപ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ബാക്കി പ്രചോദങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഉള്ള നിഗമനം വെച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചോളുക. ഇനി പ്രചോദങ്ങളുടെ കയ്യിലാണ്. അതെ, ഓക്കെ. ഈ നിഗമനം ഭയങ്കര നിഗമനമായി പോയില്ല. അതെ, ഇത്രയും കുറച്ച് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ? നമ്മൾ അതിൽ കൂടുതൽ പ്രതീക്ഷിച്ചു. അവർ കഷ്ടപ്പെട്ടതാണ്. എങ്കിലും നമ്മുടെ ഒരു നിഗമനം അനുസരിച്ചിട്ട് ഞാൻ GST ടാക്സ് ഇത് കുറഞ്ഞുകൊണ്ടൊന്ന് എല്ലാം കട്ട് ചെയ്തിട്ട് ഞാൻ ഒരു ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്. അവിടെ വരും. മൂന്ന് പേരും അതിഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു. നസീറങ്ങൾ പറഞ്ഞതും എല്ലാം തമാശക്ക് പറഞ്ഞാണ് കേട്ടോ. നസീറങ്ങളിലാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും. നിങ്ങൾക്ക് ഇത്രയും മാർക്ക് തരണം എന്ന് ആദ്യം പറഞ്ഞത് നസീറങ്ങളാണ്. മാർക്ക് ഞങ്ങൾ ഇത്ര കുറച്ചേ കൊടുക്കുകയുള്ളൂ. ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ അവരെ ഞെട്ടിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഞങ്ങളെ സത്യമാണ് കേട്ടോ. ആനന്ദക്കണ്ണി. ഇപ്പൊ നിങ്ങളുടെ ഈ പിള്ളേര് സെറ്റില് ആദ്യമായിട്ടാണ് 75,000 രൂപ വാങ്ങിക്കുന്നത്. അതിൽ ആദ്യത്തെ ടീമാണ് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നമ്മളെ കഠിനാതാണ് അവരെ നല്ലോണം നമ്മളെ അടിപൊളിയാക്കി തന്നിനി. എനക്ക് അത്ര പറയാം, നമുക്ക് അറിയുന്നില്ല. എനിക്ക് തന്നെയാണ് പറയാനുള്ള ഗ്രൂമാസ്. പിന്നെ അർജുനങ്ങളോട് നന്ദിയുണ്ട്. ഞങ്ങൾ ജഡ്ജസിനോട് ഒരു നന്ദി ഞങ്ങളെ വേണ്ട അല്ലേ? ഞങ്ങള് വാരിക്കോരി തന്നിട്ട് നമുക്കൊന്നുമില്ല. നമുക്ക് നന്ദിയില്ല. ഓഡിയൻസിന് ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്തതിന്. ഗ്രൂമേഴ്സിന് ഒരുപാട് നന്ദിയുണ്ട്. ഓരാണ് ഇത്രയും സ്കിറ്റ് താക്കാൻ സഹായിച്ചത്. പിന്നെ അർജുനങ്ങളിൽ നന്ദിട്ട് അടിപൊളി. അപ്പൊ എന്തായാലും അൺബിലീവബിൾ പെർഫോമൻസ് ആയിരുന്നു നിങ്ങളുടെ കാര്യം. കുട്ടികൾ ആദ്യമായിട്ടാണ് ഒരു സിൽവർ പഞ്ച് അടിക്കുന്നത്. അത് നിങ്ങൾ 3 പേര് ആയതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഇനി ഒരുപാട് ഗംഭീരമായിട്ടുള്ള സ്കിറ്റുകൾ ഇനിയും കൊണ്ടുവരണം. ഓക്കെ, ഗ്രൂമേഴ്സ് പറയുന്ന കേട്ട്, നമ്മുടെ അർജുനങ്ങൾ ഡയറക്ടർ പറയുന്ന കേട്ട് ഗംഭീര പെർഫോമൻസുമായിട്ട് ഇനിയും വരണം. ഒപ്പം പഠിത്തം ഗംഭീരമായിട്ട് കൊണ്ടുപോകണം. നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ടാണ് സ്കൂളിലെ ടോപ്പേഴ്സ് ആണ് ഇവരുടെ ക്ലാസ്സിലെ ഏറ്റവും നല്ല മാർക്സ് മേടിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഇവിടെ പ്രോഗ്രാമിന് വരുന്നതിനൊപ്പം അല്ല ഷാജാനെ, അതിൽ ഇവർ തന്നെ നമ്മളിവിടെ സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു നിറഞ്ഞ കൈഡി കൊടുത്തേ പറ്റും. കാരണം അല്ലേ, സ്കൂളിൽ ഇതിന്റെ റിഹേഴ്സലൊക്കെ ഉള്ളപ്പോൾ സ്കൂളിൽ ചെല്ലാൻ പറ്റില്ല. പക്ഷെ അവരെ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ മാതാപിതാക്കൾക്ക് ടീച്ചേഴ്സ് അല്ല. മോളുടെ സ്കൂൾ ഏതാണ്? GHSS മണത്തണ. അപ്പം കണ്ണൂര് മടത്തന GHSS അല്ലെ? സ്കൂളിലെ എല്ലാവർക്കും, ടീച്ചേഴ്സിനും നോൺ ടീച്ചേഴ്സ് സ്റ്റാഫിനും എല്ലാവർക്കും, കുട്ടികൾക്ക് എല്ലാവർക്കും ഞങ്ങൾ എല്ലാവരുടെയും വക വലിയൊരു ഹായ്. ഇനി പറ. ഇന്റർനാഷണൽ സ്കൂൾ. ഇന്റർനാഷണൽ സ്കൂൾ.
കുലശേഖരത്തിലെ SRK ഇന്റർനാഷണൽ സ്കൂളിലെ എല്ലാവർക്കും, ടീച്ചേഴ്സിനും അവിടുത്തെ സ്റ്റാഫുകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വക വലിയൊരു ഹായ്. ഇനി ആരാധ്യം ചെറുവാടിയാണ് സ്ഥലം. ചെറുവാടി GHSS ചെറുവാടി സ്കൂൾ. കോഴിക്കോട് ചെറുവാടിയിലെ GHSS സ്കൂളിലെ എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരും വക വലിയൊരു ഹായ് പറയുന്നു. അപ്പൊ ഈ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടും എല്ലാം ഇനിയും കൊടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഒത്തിരി ആഗ്രഹമുണ്ട്. ഞാൻ അടച്ചെന്ന് പറയും ഇനി എന്നെ ഭീഷണിയാ, എന്നോട് ഭീഷണിയാ. ആരാണ് ഭീഷണി? വളയങ്ങാട്ടിലെ എല്ലാ ഏട്ടന്മാർക്കും ഒരു ഹായ് കൊടുക്കുമെന്ന് പ്രചോദനം. വളയങ്ങാട്ടിലെ എല്ലാ ഏട്ടന്മാർക്കും ഒരു ഹായ് പറഞ്ഞു നമ്മുടെ വക. ഞങ്ങളുടെ മോളെ ഭീഷണിപ്പെടുത്തുന്ന വളയങ്കാട്ട് എല്ലാ ഏട്ടന്മാർക്കും ഞങ്ങളുടെ വക ഒരു എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ PT ടീച്ചറെ റീന ടീച്ചർ എന്നാണ് പേര്. ആ ടീച്ചർക്ക് പ്രത്യേക ഒരു ഹായ് കൊടുക്കാൻ പറഞ്ഞു. റീന ടീച്ചറെ എത്ര ഹായ് വേണം ടീച്ചറിന്? ആരാധ്യ മോളുടെ PT ടീച്ചറായ റീന ടീച്ചർക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും വക വലിയൊരു ഹായ്. നമ്മുടെ ഈ മുത്തിനെ, ഈ 3 മുത്തുകളെയും നമുക്ക് ഈ വേദിയിലേക്ക് തന്നില്ലേ, അതിന്റെ പിന്നിൽ ഒരുപാട് പേരുടെ പ്രയത്നം ഉള്ളത് തീർച്ചയായിട്ടും. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇവിടെ പേരൻസ്. 100%. അപ്പൊ അവരെ കൂടെ കാണണമെന്നൊരു ആഗ്രഹം. പിന്നെ കാണണം. അപ്പം ഇവരുടെ പേരൻസ് ഇവിടെ ഉണ്ടെങ്കിലും അവിടെ ഉണ്ടല്ലോ, ഒന്ന് കയറി വരണേ വേദിയിലേക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ആര്യയുടെ അതുപോലെ തന്നെ ദേവിലക്ഷ്മിയുടെ പേരൻസ് ആണ് ഇവിടെ നിൽക്കുന്നത്. ആര്യയുടെ മദറാണ് അല്ലേ? ഇന്ന് പേര് പറയുമോ? ലത. എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഇതിൽ വരാൻ പറ്റിയതും. പിന്നെ എനിക്ക് എന്ത് സന്തോഷം കൊണ്ട് എന്തെല്ലോ എന്നാ പറയണ്ടെന്ന് അറിയില്ല. അവളായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. അവള് കാരണം അമ്മയ്ക്ക് ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചു. മോളെ അച്ഛൻ നല്ലോണം പാട്ടൊക്കെ പാടുന്നതാണ്. അച്ഛന്റെ പേരെന്താണ്? ആര്യയുടെ ഫാദറിന്റെ പേരെന്താണ്? രതീഷ്. അപ്പൊ രതീഷിനോട് ഞങ്ങളുടെ എല്ലാവരുടെയും അന്വേഷണം പറയണം കേട്ടോ. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇനി ആരാധ്യ അല്ലേ? ആരാധ്യയുടെ അച്ഛനാണ് അല്ലേ? പേര് രതീഷ്. രതീഷ് എന്താ ചെയ്യുന്നത്? ഞാൻ പെയിന്റിംഗ് ആണ്. കുറച്ച് മുമ്പ് ഞാൻ അതിൽ കയറിയുണ്ട് ഫ്ലോറിൽ. എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഓർമ്മയുണ്ട്, ഇവിടെ വന്ന ഓർമ്മയുണ്ട്. ഏതാണ്ട് ഒരു 24 വർഷത്തോളം ഞാൻ ഈ കലാഫീൽഡിൽ. പക്ഷെ ഞാൻ ഇതുവരെ വേദിയിൽ വരണം എന്ന് ഒരിക്കലും ആഗ്രഹിച്ചില്ല. പക്ഷെ ഡാൻസ് അല്ലെങ്കിൽ സ്കിറ്റുകൾ, നാടകങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരുപാട് പേരെ വേദിയിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ എന്റെ വൈഫിനോട് ചോദിച്ചിട്ടുണ്ടായിന്, നിങ്ങൾക്കൊരു മോൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മകൻ ഉണ്ടാകുമ്പോൾ, മക്കളുണ്ടാകുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. ചിലപ്പോൾ നിങ്ങൾക്ക് അതിന് കഴിഞ്ഞെന്ന് വരില്ല എന്ന് പറഞ്ഞ്. ഞാനത് എൻ്റെ മനസ്സിൽ കൊണ്ട് അങ്ങനെ ഈ മോളുണ്ടായപ്പോ ഇവളെ അങ്ങനെ പഠിപ്പിച്ച് ക്ലാസ്സിലെത്തിയിട്ട് രതീഷിന്റെ ഒരു വലിയ സ്വപ്നമാണ്, എന്റെ സ്വപ്നമാണ് നിറവേറ്റത്. അല്ല, ഇവിടെ ഞങ്ങളെല്ലാം ഞെട്ടിയിരിക്കുകയാണ്. പറഞ്ഞല്ലേ, പിള്ളേര് സെറ്റില് സിൽവർ പഞ്ച് അടിച്ച ആദ്യത്തെ ടീമാണ്. ഇത് തൊട്ട് മുമ്പ് ഞാൻ വരുമ്പോ എന്റെ കണ്ണ് നിറഞ്ഞു അവിടുത്തെ. പക്ഷെ എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും അഭിമാനമുണ്ട് ഈ ഷോടും അതേമാതിരി ഗ്രൂമേഴ്സ് ഡയറക്ടറോട്. കാരണം ഇതുവരെ ഒരു വേദിയിൽ വിളിച്ചു വരുത്തി പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ്. എന്തായാലും ഒരുപാട് സന്തോഷം രതീഷ്. ഇനിയും രതീഷിന്റെ എല്ലാ സ്വപ്നങ്ങളും കേട്ടോ എല്ലാം ദൈവം അനുഗ്രഹിച്ച് എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. അല്ല, ഈ മോളെ കുറിച്ച് അമ്മയുടെ നിഗമനം എന്താണ്? ദേവിലക്ഷ്മിയുടെ അമ്മ പേര് പറഞ്ഞു. സരിത. അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് പ്രതാപ് ശങ്കർ. അച്ഛൻ എന്ത് ചെയ്യുന്നു? ബിസിനസ്സാണ്. മോള് ഈ കലാഫീൽഡിൽ നേരത്തെ കുഞ്ഞിലേ തൊട്ടുള്ള ഒരു വാസനയുണ്ടോ? അതോ? അല്ല, കുഞ്ഞിലേ ഒന്നുമില്ലായിരുന്നു. ചെറുതായിട്ട് സ്കിറ്റ്, ഡാൻസ് അങ്ങനെ ചെറിയ രീതിയിൽ സ്കൂളിലുണ്ടായിരുന്നു. ഓഹോ. ഇവളെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഇത് പറയാറുണ്ടോ? ഈ നിഗമനം എന്നുള്ള വേട് പറയാറുണ്ടോ? പറയാത്ത വേദകളില്ല, പറയാത്ത പൊട്ടത്തരങ്ങളില്ല. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ 3 പേരുടെയും പേരൻസിനെ ഇവിടെ കാണാൻ കഴിഞ്ഞതിൽ. ഇതൊരു ചരിത്ര നിമിഷമാണ് അല്ലേ? കുട്ടികളുടെ ടീമിൽ സിൽവർ പഞ്ച് അടിക്കുന്ന ആദ്യത്തെ ടീമാണ്. നിങ്ങളുടെ പേരൻസ് ഇവിടെ വന്ന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നല്ലൊരു കൈഡി ഈ ടീമിന് നമുക്ക് കൊടുക്കാൻ. ദൈവമോളെ, മോള് പറഞ്ഞത് കറക്റ്റാണ്. നിഗമനത്തിന്റെ അർത്ഥം അത് തന്നെയാണ്. നീ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. അപ്പൊ എന്തായാലും ആ പേര് വീണു. ഓക്കെ, നിഗമനം ദേവി. അപ്പൊ ഇനിയും ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് വരണം. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം. ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാ പ്രാർത്ഥനകളും പിള്ളേരോടൊപ്പം മക്കളോടൊപ്പം എപ്പോഴും ഉണ്ടാവും. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഈ കലാകാരിയെ പ്രത്യേകിച്ച് അങ്ങനെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു കലാകാരിയാണ്. ആ കലാകാരിയുടെ കലാപ്രകടനങ്ങൾ കണ്ട് ഞെട്ടിത്തരിച്ച ആ കലാകാരിയെ ഒന്ന് നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരാണ്. തീർച്ചയായിട്ടും പ്രചോദനം നസീർക്കും മനസ്സിലായിട്ടുണ്ടാവും എനിക്കറിയാം. എന്നാലും ആ വലിയ കലാകാരിയെ,
5 വയസ്സുള്ള ആ വലിയ കലാകാരിയെ, നവമി നന്ദു എന്ന ആ വലിയ കലാകാരിയെ നമ്മുടെ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളിലെല്ലാം പാറക്കുട്ടി എന്ന് വിളിക്കുന്ന നമ്മുടെ സ്വന്തം പാറക്കുട്ടിയെ നല്ലൊരു കൈഡി കൊടുത്തുകൊണ്ട് നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. പാറക്കുട്ടി വാ. അടിപൊളി. പാറക്കുട്ടി, അയ്യോ എന്തൊക്കെയാ വിശേഷങ്ങള്? സുഖമാണോ? എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? യു കെ ജിയിൽ. എവിടെയാ അത്? പബ്ലിക് സ്കൂൾ. അതേ സ്ഥലത്താ? എളമക്കരയല്ലേ? എളമക്കര, എറണാകുളം. ആ. അതാണ്. ഈ അങ്കിളിന്റെ പേരൊന്ന് പറഞ്ഞേ. നസീർക്ക. നസീർക്ക. ഈ ചേട്ടന്റെ പേര് പറഞ്ഞേ. പ്രചോദങ്ങള്. ഈ അങ്കിളിന്റെ പേര് പറഞ്ഞേ. ഷാജൻ ചേട്ടൻ. അപ്പൊ എന്തായാലും പാറക്കുട്ടി നമുക്കറിയാം, ഇൻസ്റ്റയിലും നമ്മുടെ ഓൺലൈനിലും എല്ലാമായിട്ട് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു അനുഗ്രഹീതയായിട്ടുള്ള ഒരു കലാകാരിയാണ്. പ്രചോദേ, എനിക്ക് ഈ ഉടുപ്പ് ആരാ മേടിച്ചു തന്നു പറയാം ഞങ്ങളോട്. ചേച്ചമ്മ. ചേച്ചിയമ്മയാണ്. നമുക്കാണ് തെറ്റിയത്. ഷാജൻ പറഞ്ഞ അച്ഛൻ മേടിച്ചു. ഞാൻ അച്ഛനാന്നല്ലോ ഓർത്തത്. മനസ്സിൽ അമ്മയാണെന്ന് ഉദ്ദേശിച്ചത്. അമ്മയാന്ന് ഓർത്ത് പറയണ്ട. ചേച്ചിയമ്മയാണെന്നുള്ള കാര്യം ആദ്യം പറയണ്ട. തലയിലെ സാധനം ആരാ വാങ്ങി? ഇതാരാ മേടിച്ചു? ഇത് അച്ഛനാ? എന്റെ ബേബിയുടെയാ. ബേബിയോട് ചോദിച്ചോ ഇത് വെക്കാനായിട്ട്? ബേബിയുടെ പേരെന്ന് പറഞ്ഞേ. മൃതിക. അപ്പൊ പ്രചോദേ, എന്തോ സംഭവം ഞെട്ടിക്കാൻ പോവാണ്. പാട്ടിന്റെ പല പല മേഖലകളിലൂടെ സഞ്ചരിക്കുന്ന കുട്ടിയാണ് പാറക്കുട്ടി. അപ്പൊ നമ്മളൊരു പാട്ട് പാടിക്കഴിഞ്ഞാല് ആ പാട്ടിന്റെ പാരഡിയാണ് പാറക്കുട്ടിയുടെ പാടാം. അത് അടിപൊളിയല്ലേ? ഒരു നല്ല അല്ലേ? അല്ലേ? അതും ഇത്ര കുഞ്ഞൊരു കൊച്ചു. അപ്പൊ ധൈര്യം ഉണ്ട് ഒരു പാട്ട് പാടും, അതിന്റെ പാരഡി ഇപ്പൊ പാടിക്കും. നമ്മൾ ഏത് പാട്ട് പാടിയാലും പാരഡി പാടും. ഭയങ്കര സംഭവം. ഭയങ്കര സംഭവം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു പഴയ പാട്ട് പാടാം. പഴയ പാട്ട് പാടിയ പാടുമല്ലോ. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളേ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളേ, രാഗം നീയല്ലേ, നാളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. അതെ, പഴയ പാട്ടാന്നോർത്ത് ഞെട്ടിക്കാൻ വേണ്ടിയല്ലേ പാടിയത്. ഇപ്പൊ കേട്ടോ. ശരി, ഇതിനൊന്ന് പാട്ട് പാടിക്കേ, കേക്കട്ടെ. പാടിക്കൊടുക്കാം. ബെൽബോട്ടൻ പാൻറ്റണിഞ്ഞു സിനിമയിൽ വന്നവരെ, ട്യൂപ്പില്ല ആക്ട് ചെയ്തു പൗരുഷമുള്ളവരെ, താരം നീയല്ലേ, ആക്ഷൻ ഹീറോ നീയല്ലേ, മലയാള സിനിമയിൽ നിന്നും സൂപ്പർ സ്റ്റാർ അല്ലേ. ഇത് ഐറ്റം വേറെയാടാ. അതെ, ഇനി അടുത്ത പാടാൻ വന്നതെന്നറിയോ? ഒരു തമിഴ് പാട്ടിന്റെ പാരഡിയാണ്. ആണോ? ആ പാട്ട് നിങ്ങൾ കേട്ടോണം. പാടിക്കോ. പാലുകാരൻ കുഞ്ഞാപ്പു പാല് വാങ്ങാൻ പോയപ്പോൾ ഫാത്തിമാന സ്വപ്നം കണ്ടു, ഖദീജനെ മറന്നു, സഫീലിനെ മറന്നു, ഫാത്തിമാന സ്വപ്നം കണ്ടു, കുഞ്ഞാപ്പു ഫാത്തിമാന സ്വപ്നം കണ്ടു. അതെ, ഇതാരെ കുഞ്ഞാപ്പു? ഇതാരെ ഫാത്തിമ? ഇവരൊക്കെ ആരെ വീടിനടുത്തുള്ളവരാണോ അതോ ഈ സത്യം പറയും പാരഡിയൊക്കെ എഴുതുന്നാരാ? അച്ഛൻ. അച്ഛനാണ് എഴുതുന്നത്. അടിപൊളി. അപ്പൊ അച്ഛന് നല്ലൊരു ഗൈഡ് കൊടുക്കണ്ടേ? അപ്പൊ അച്ഛനോട് ചോദിക്കണം കേട്ടോ, ഈ കുഞ്ഞാപ്പും ഫാത്തിമയൊക്കെ ആരാന്ന് ചോദിക്കണം കേട്ടോ. അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ ചോദിക്കണം. ഫാത്തിമയെ കുറിച്ച് അമ്മയുടെ മുമ്പ് വെച്ച് തന്നെ ചോദിക്കണം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തമിഴ് പാടി, അങ്ങനെയാണ് നമുക്ക് ലാലേട്ടന്റെ പടത്തിൽ ഒരു പാട്ട് വേണം. ലാലേട്ടന്റെ വേണ്ട? വേണം. ലാലേട്ടന് ഇഷ്ടമല്ലേ? ലാലേട്ടന്റെ പടത്തിൽ ഒരു പാട്ടായാലോ? പഞ്ചാര സുബ, അങ്ങനെ ഒരു പാട്ടില്ലേ? പഞ്ചാര ശിവുവേവാ പൂവാല ബസ് സ്റ്റോപ്പിൽ പോകാൻ വാ, 5-6 പിള്ളേര് കാണാൻ നിന്റെ പട്ടി ശോഭയ്ക്കടുത്ത് വാട്ട, 5-6 പിള്ളേര് കാണാൻ നിന്റെ പട്ടി ശോഭയ്ക്കടുത്ത് വാട്ട. അടിപൊളി. നല്ല കേടി. ഇനി കൊണ്ട് തീർന്നിട്ടില്ല. ഡ്രസ് എടുക്കടി എന്ന് പറഞ്ഞൊരു ഹിറ്റ് പാട്ടില്ല? ഡ്രസ് എടുക്കടി അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ. പഠിക്കോ. ഷർട്ട് എടുക്കടാ, ഇട്ട് നോക്കടാ, ലൂസാണെങ്കിൽ മാറ്റി വാങ്ങ, ചിക്ക് ചിക്ക ചിക്ക് ചിക്ക ചിക്ക് ചിക്ക ചിക്ക് ചിക്ക. കലക്കി. ഇത്രയും പാട്ട് കേട്ടപ്പോ ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ ഈ പ്രോഗ്രാമിനെ പറ്റിയിട്ട് ഒരു പാരഡി പാടാം. അത് പറ്റുമോ? ഞങ്ങളുടെ ഐറ്റം വേറെ കുറിച്ചിട്ട്. അതെ, ഐറ്റം വേറെ കുറിച്ച്. ഇത്രയും പാട്ടൊക്കെ പാടാമെങ്കിൽ ഐറ്റം വേറെ കുറിച്ചൊരു പാട്ട് പാടാം. അതെ, എന്നാ പാട്. ഏതാ നിങ്ങളുടെ പ്രോഗ്രാം? ഐറ്റം വേറെയാണ്. ഏതാ നിങ്ങളുടെ പ്രോഗ്രാം? ഐറ്റം വേറെയാണ്. കൗണ്ടർ കേട്ട്
നാസിറിക്കാക്കിഷ്ടം ഷാജോൺ ചേട്ടനും ഇഷ്ടം ഏതാ നിങ്ങളുടെ പ്രോഗ്രാം ഐറ്റം വേറെയാണ് കൗണ്ടർ കേട്ട് ചിരിക്കാൻ നാസിറിക്കാക്കിഷ്ടം ഷാജോൺ ചേട്ടനും ഇഷ്ടം കോമഡി ഫ്ലോറിൽ കേറാൻ ജീവക്കുമ്മ കൊടുക്കാൻ മലയാളിക്കര നെഞ്ചിലെത്തിയ കോമഡി കാണാം കോമഡി ഫ്ലോറിൽ കേറാൻ ജീവക്കുമ്മ കൊടുക്കാൻ മലയാളിക്കര നെഞ്ചിലെത്തിയ കോമഡി കാണാം കോമഡി മാത്രം ചെയ്യാം ഗോൾഡൻ പഞ്ചിലറങ്ങാം കോമഡി മാത്രം ചെയ്യാം ഗോൾഡൻ പഞ്ചിലറങ്ങാം ഏതാ നിങ്ങളുടെ പ്രോഗ്രാം ഐറ്റം വേറെയാണ് കൗണ്ടർ കേട്ട് ചിരിക്കാൻ നാസിറിക്കാക്കിഷ്ടം ഷാജോൺ ചേട്ടനും ഇഷ്ടം അടിപൊളി അടിപൊളി. അപ്പൊ പാറക്കുട്ടിയുടെ പാട്ട് കേൾക്കാനും ഇഷ്ടമുണ്ട് എല്ലാവർക്കും. അല്ല, പാറക്കുട്ടിക്ക് ഈ പാരഡി ഗാനം എഴുതി തരുന്ന അച്ഛന്റെ പേരെന്തുവാ? നന്ദു. നന്ദു. അമ്മയുടെ പേരോ? രേഷ്മ. രേഷ്മ. പിന്നെ ഒരു വാവയുടെ കാര്യം പറഞ്ഞില്ലേ? ഈ സാധനം ആരുടെയാന്നാ പറഞ്ഞേ? ബേബിക്കുട്ടൻ. അനിയത്തിയാണോ ബേബി? ഓ ശരി. അപ്പൊ ഈ അച്ഛനെയും അമ്മയും നമുക്ക് ഇങ്ങോട്ടൊന്ന് വിളിച്ചാലോ? വിളിക്കാം. അപ്പൊ രണ്ടുപേരെ നമ്മുടെ പാറക്കുട്ടിയുടെ പേരൻസിനെ നമുക്ക് നല്ലൊരു കൈഡ് കൊടുത്ത് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. പ്ലീസ് കം. നമസ്കാരം. പേരൊന്നോടൊന്ന് പറയോ? നന്ദു. നന്ദു. രേഷ്മ. രേഷ്മ. പേര് പറഞ്ഞേ? നൈതിക്. നൈതിക്. ഗംഭീർ. ഭയങ്കര വെറൈറ്റി പേരുകളാണല്ലോ. അല്ല, അപ്പൊ ചേച്ചിയുടെ പേരാണെന്നല്ലേ ഇപ്പൊ നമ്മളോട് പറഞ്ഞേ? വേറെന്തോ ഒരു പേര് പറഞ്ഞല്ലോ. കൃതികയോ? ചേട്ടന്റെ മോളാണ്. എന്റെ ചേട്ടന്റെ മോളാണ്. ചേട്ടന്റെ മോളാണ്. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് മോൾക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? എന്റെ കസിൻ ചേട്ടന്റെ ഇളയ കുട്ടിയുണ്ട്, മിന്നു എന്നാ പേര്. ഓക്കെ. അവളുടെ അടുത്ത് പോയപ്പോഴേക്കും ഒരു ദിവസം പഠിപ്പിച്ചു കൊടുത്ത അവള്. വീട്ടിലൊന്ന് ഇത് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കണേ. ഞങ്ങൾ അതൊന്നും എടുത്ത് വെറുതെ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു. നല്ല വ്യൂസ് വന്നു. ചേട്ടന്റെ പാട്ടൊക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി അതൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ പണ്ടൊക്കെ പാടിയ പാട്ടൊക്കെ മാറ്റം വരുത്തിയാണ് കൊടുത്തത്. അപ്പൊ നന്ദു എഴുതുവോ പാരഡി പണ്ട് പോലെ? ഇല്ല. അല്ല, മോക്ക് വേണ്ടിട്ട് അങ്ങനെ ഒരു ശ്രമം നടത്തിയല്ലേ? കേട്ടതും പാടി നടന്ന പാട്ടൊക്കെ ഒന്ന് മാറ്റം വരുത്തി ഞങ്ങൾ കൊടുത്തു. എന്ത് കൊടുത്താലും അന്നേരം നല്ല ക്യാച്ചിങ് പവർ ഉണ്ടോ? അന്നേരം തന്നെ മനസ്സിലാക്കി അത് ചെയ്യൂ. അത്യാവശ്യം കുഴപ്പമില്ല. നന്ദു എന്താ ചെയ്യുന്നത്? എനിക്ക് സ്കൂൾ ട്രിപ്പാണ്. രശ്മ വർക്ക് ചെയ്യുന്നുണ്ട്. സാറിന്റെ മക്കളെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഓ ശരി. ഗ്രീറ്റ്സിലെ. അത് ശരി. ഓക്കെ. അപ്പൊ ഒരുപാട് സന്തോഷം. എന്തായാലും മോള് മിടുക്കിയാണ്. മോനെ, നിനക്ക് ഇതുപോലെ എന്തെങ്കിലും ഉള്ള ഇത് പാട്ടിലാണോ താല്പര്യം, ഡാൻസിലാണോ ഇഷ്ടം, എന്താണ്, പഠിത്തത്തിലാണോ കൂടുതൽ കോൺസെൻട്രേഷൻ? അതെ. അത് നീ ചിരിച്ചതിനകത്ത് എന്തോ കാര്യമുണ്ട്. പഠിക്കാൻ മടിയാണോ? പഠിക്കാൻ ആർക്കാണ് മടി? ഒരിക്കലുമില്ല. അവന്റെ പല്ല് കണ്ടാൽ അറിയാം അവന് പഠിക്കാൻ യാതൊരു മടിയില്ലെന്ന്. കാണിച്ച പല്ല്. ഡാൻസിൽ എന്തോ ഒരു കഴിവ് തെളിയിക്കാൻ ഒരു താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ടൈം വരുമ്പോ മോന്റെ ആയിരിക്കണം പെർഫോമൻസ് നമുക്കിവിടെ. അപ്പൊ എന്തായാലും പാറക്കുട്ടി തകർത്തു ഇവിടെ. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാരഡിയും കൂടെ പാടുവോ? മേനോൻ മരിച്ചുപോയി, ശവപ്പെട്ടി എടുക്കാൻ മറന്നുപോയി, ഭാര്യ മീനാക്ഷി, കുട്ടികൾ രണ്ടും തവളാച്ചി. മനോഹരമായ വരികളല്ലേ? അപ്പൊ എന്തായാലും പാറക്കുട്ടി ഓൾ ദ വെരി ബെസ്റ്റ്. ഇനിയും വരണം ഗംഭീര പാട്ടുകളും ഡാൻസും ഒക്കെ ആയിട്ട്. ഓക്കെ, വരില്ലേ നീ? ഓക്കെ. എല്ലാവരും ഇഷ്ടമായി ഇവിടെ വന്നിട്ട്? എല്ലാവരും ഇഷ്ടപ്പെട്ടോ? അല്ല, പാറക്കുട്ടി ഇൻസ്റ്റ ഐഡി പറഞ്ഞില്ലോ. ഇനി നമുക്ക് ഒരുപാട് ഫോളോവേഴ്സ് വേണ്ടേ? അതെ. ഇൻസ്റ്റ ഐഡി പറഞ്ഞേ. പാർക്കുട്ടി. പാറക്കുട്ടി മതി. പാറക്കുട്ടി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാട്ട് കേൾക്കാം, ഇഷ്ടം പോലെ ഗംഭീര പാരഡികൾ കേൾക്കാം. അപ്പൊ ഇൻസ്റ്റയിൽ കയറുക. അപ്പൊ ഓക്കെ. താങ്ക് യു സോ മച്ച് നന്ദു. താങ്ക് യു സോ മച്ച് രേഷ്മ. താങ്ക് യു. ബൈ. അപ്പോ പാറക്കുട്ടി പാടിയ പാട്ടുകൾ മിക്കതും ഈ പറഞ്ഞ പോലെ പാറക്കുട്ടിയുടെ അച്ഛൻ നന്ദു എഴുതിയതുണ്ട്. അതേപോലെ തന്നെ പണ്ട് കേട്ട പാരഡികൾ എടുത്തിട്ട് നന്ദു പൊടിതട്ടി കൊടുത്തിട്ടുണ്ട്. ഐറ്റം വേറെ കുറിച്ച് പാറക്കുട്ടി പാടിയ പാട്ട് എഴുതിയത് ആരാണ്? നമ്മുടെ സ്വന്തം റെജി. നമ്മുടെ ഐറ്റം വേറെയുടെ എല്ലാമായ റെജിയാണ് ആ പാട്ട് എഴുതിയിട്ടുള്ളത്. റെജിക്ക് നല്ലൊരു കൈഡ് കൊടുക്കാം. ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. എന്റെ പേരാണ് താടിയതില്ല. അപ്പോ നമുക്ക് പുതിയ സ്കിറ്റുകൾ കാണാം. നമുക്ക് അങ്ങോട്ട് ഇരുന്നാലോ? ഓക്കെ.
അടുത്ത ടീമിനെ വിളിച്ചാലോ? വിളിക്കാം. ഗംഭീര ടീമാണ് വരാൻ പോകുന്നത്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഹാപ്പി തരുന്ന ഒരു ടീമിനെ ഇങ്ങോട്ട് വിളിക്കും. ഹാപ്പി തരുന്ന ടീം തന്നെയാണ്, യാതൊരു സംശയമില്ല. നമ്മുടെ സെൽവനുണ്ട്, ശ്യാമുണ്ട്, ശംഭു ഉണ്ട്. നല്ലൊരു കൈഡ് കൊടുത്ത് നമുക്ക് അവരെ ക്ഷണിക്കാം. വിളിച്ചാ കിട്ടത്തൂല്ല. ഹലോ ഹലോ, നോ 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 മോർ റെസ്പിറേഷൻ മൈ സബാട്ടി. നിങ്ങളുടെ കമ്പനിയിൽ ഒരു തൊഴിലാളിയെ ഇവിടെ കൊണ്ടാക്കിയിട്ട് ആഴ്ച 1 നാളെ പുള്ളിയുടെ ഓപ്പറേഷനാണ്. പൈസയുമായി സബാട്ടി ഇന്ന് തന്നെ ഇവിടെ വരണം. ഓക്കെ ഓക്കെ. ഒരു ഡോക്ടറായ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കണം. ആരാ? ഞാൻ സുഖു, അകത്തുമുറി സുഖു. അത് തിന്നേ കിടന്ന് നിനക്ക് സൂഹിക്കത്തില്ലേ? അതല്ലെന്ന് എന്റെ പേരാണ് പറഞ്ഞ അകത്തുമുറി സുഖുവെന്ന്. ഡോക്ടറെ എന്റെ മുട്ട് പെട്ടെന്ന് മാറ്റിക്കണം, പെട്ടെന്ന് വീട്ടിൽ പോകണം. ഇത് സൈക്കിൾ വർക്ക്ഷോപ്പല്ല പഞ്ചർ ഒട്ടിക്ക് കണക്ക് വന്ന ഉടനെ മാറ്റി വെക്കാൻ. ഇത് മുട്ടുമാറ്റൽ ശസ്ത്രക്രിയ നടത്തുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഡോക്ടർ ഞെട്ടിയില്ലേ? ഞെട്ടിയില്ല. ഞാൻ ഞെട്ടി. കാരണം ആദ്യമായിട്ട് എന്റെ വായിൽ ഇത്ര വീട്ടിലൊരു സാധനം വരുന്നു. മിസ്റ്റർ അകത്തുമുറി, പെട്ടെന്ന് പോയി ആ മൂത്രത്തിന്റെ കൾച്ചർ എടുത്തോണ്ട് പോ. സാർ എന്ത് കൾച്ചറില്ലാത്ത സംസാരിച്ചത്? ഞാനൊരു തറവാടിയാണ്, അപ്പൊ എനിക്ക് കൾച്ചറുണ്ട്. അപ്പൊ എന്റെ മൂത്രത്തിന് കൾച്ചർ കാണും. ഇത് ആരടാ ഇത് എവിടെ നിന്ന് വരുന്നത്? എന്റെ അകത്തുമുറി അകത്തണം പോയി. ഓരോരുത്തരും വന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരാം. ഗുഡ് മോർണിംഗ്. ആരാ ഗുഡ് മോർണിംഗ്? ആരാ? സെബാട്ടി. എവിടെ ടാറ്റീന്ന്? അല്ല, ഈ സെബാട്ടി കമ്പനിയുടെ MD ആണ്. അപ്പൊ ഇവിടെ എന്റെ കമ്പനിയില് ഈ മുളക്, മസാല, ലോഷൻ എന്നീ സാധനങ്ങൾ കൊണ്ടു നടന്ന ഒരു എക്സിക്യൂട്ടീവിന്റെ മുട്ടുമാറ്റ് വെക്കാൻ വേണ്ടിട്ട് ഇവിടെ അകത്തുണ്ടല്ലോ. അപ്പൊ അതിനുവേണ്ടി ഞാൻ വന്നെങ്കിലേ മുട്ടുമാറ്റി വെക്കാൻ പറ്റുമെന്ന് സാർ പറഞ്ഞിരുന്നു. അങ്ങനെ വന്ന ആളാ. ഓഹോ, അപ്പൊ നിങ്ങളാണ് ഈ ടൈം കെട്ടി വീടാന്തരം ഈ മുളവും മല്ലിയും വെളിച്ചെണ്ണയും കൊണ്ട് നടക്കുന്ന ആൾക്കാരില്ലേ? നിങ്ങളെ കീഴിൽ എത്ര പേരുണ്ട്? എന്റെ കീഴിൽ 40 മെമ്പേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ ഡോക്ടറെ ഒരു 40 മുട്ടിന് ഓർഡർ ചെയ്തേക്കണം. ഇനി ആള് നിരനിര വരാനുണ്ടെന്ന്. പാവപ്പെട്ട പയ്യന്മാര് നടന്ന് നമ്മൾ മുട്ട് തേഞ്ഞിട്ട് ഇപ്പൊ വരുവന്മാര്. മിസ്റ്റർ സബാട്ടി, നിങ്ങളെ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പയ്യന്റെ കാര്യത്തിന് വളരെ ബുദ്ധിമുട്ടാണെന്ന്. ഓപ്പറേഷന് പൈസ ഇല്ലെന്ന്. അവന്റെ അച്ഛന് സ്വന്തമായിട്ട് ബൈപ്പാസ് ഉണ്ടറിയോ? അമ്മ ഹൈവേയുടെ അടുത്ത് വീട് വെച്ച് താമസിക്കുന്നു. ഓ, അപ്പോ ബൈപ്പാസിന് ഹൈവേയിലുണ്ടായ മകനാണ് ഈ ഇട റോഡല്ലേ അകത്ത് കിടക്കുന്നത്. ഒന്ന് പോണോ ഇവിടുന്ന്? അല്ല, ഞാൻ ചോദിച്ചതാണ്. ഒരു കാര്യം ചെയ്യും, ഒരു 50,000 രൂപ ഈ മുട്ട ഓപ്പറേഷന് വേണ്ടി കെട്ടിവെക്കണം. സാറേ, ഞാൻ ഒരു 25,000 രൂപ അങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഹാൻഡ് മുട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? സെക്കൻഡ് ഹാൻഡ് മുട്ട് മതിയെന്ന്. അയ്യേ, സെക്കൻഡ് ഹാൻഡ് മുട്ട് വെക്കരുത്. എന്താണ്? അത് എപ്പോഴും പണിയായിരിക്കുമെന്ന്. നമ്മൾ EMI അടച്ചിട്ട് നല്ല പുതിയൊരു മുട്ട് വെച്ച് വെക്കണം. ഞാൻ തന്നെ കണ്ടില്ലേ, ഞാൻ തെങ്ങിക്കേറി ഒരഞ്ഞൊരഞ്ഞ മുട്ടെല്ലാം തേഞ്ഞിരിക്കുകയാണ്. നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു കണ്ണി കണ്ട തെങ്ങിലെല്ലാം കയറി മുട്ട് വരയ്ക്കാൻ. നിങ്ങൾ എന്റെ അടുത്ത് സംസാരിക്കണം. എന്തിന്? അല്ല, പുതിയ മുട്ട് പൊസിഷൻ മനസ്സിലാക്കണം കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ഒരു MD അല്ലേ ഞാൻ. തേങ്ങ കയ്യിൽ വെച്ചോണ്ട് വന്ന് എക്സ്റേ എടുത്തപ്പോൾ ഒരു തുള്ളി പോലും ഇല്ല. അതല്ലെങ്കിലും അങ്ങനെയാണ് സാറേ. എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ ഒരു തുള്ളി പോലും. അതുപോലെയാണ് ചേമ്പലെപ്പെടുത്താലും ഇത് നിൽക്കൂല. ഞാൻ അതാണോ പറഞ്ഞത്? പിന്നെ ECG മൊത്തത്തിൽ കുഴപ്പമാണ്. ഞാൻ പറഞ്ഞില്ലേ, 1991 ഞങ്ങൾ കൂലിപ്പണിക്കാർ നിരന്തരം സമരം ചെയ്താണ് ഈ സാധനം ഇവിടെ വരണം. ഏത് സാധനം? JCB ആണോടാ ECG? Look at that, Mr. Sebastian. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? Oh my God! Where are you go? Differently? Where are you go? Very. Where are you go? നിങ്ങളെന്താ എപ്പോഴും ഈ വേറെ ആർക്കോ പറഞ്ഞിരിക്കുന്നു? എനിക്ക് അത് മാത്രമേ അറിയാവൂ. ഞാനൊരു കാര്യം പറയാം മിസ്റ്റർ സെബാസ്റ്റിൻ, ഇതിൽ നോക്കിയിട്ട് താങ്കൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഇത് കൈവര ഉള്ള ആരോ ആണ് ഇത് വരച്ചേക്കുന്നത്. ഇത് കറക്റ്റ് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ ഒരു സ്കെയിൽ വെച്ച് വരച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് പോകരുതല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഈ മടലില്ലേ, മടല് വെട്ടിക്കേറിട്ട് അത് വെച്ചിട്ട് വള വെച്ച് വരച്ചാലും മതി. ഇത് കറക്റ്റ് ആയിട്ട് വരും. ഇതെന്തോ ഇത് ആരാ വരച്ച എങ്ങനെ വരച്ച? ഒരു കമ്പനിയുടെ MD വന്നു പറയുന്ന സംസാരം കേട്ടോ. എടോ, താൻ ഏതുവരെ പഠിച്ചു? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. സ്കൂള്, ടീച്ചർ, ബുക്ക്, പേന, അങ്ങനെയൊക്കെ ഉണ്ട്. അതല്ലെന്ന്, ഞാൻ അങ്ങനെ എല്ലാ പഠിത്തവും പഠിച്ചിട്ടുള്ള ആളാണെന്ന്. പയ്യന് വേരിയേഷൻ കൂടുതലാണെന്ന് ഇത് നമ്മൾ പത്രത്തിൽ വായിച്ചായിരുന്നു. എന്തോന്ന്? വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാവും, മത്സ്യബന്ധനക്കാർ കടലിൽ പോകരുതെന്ന്. ഇന്നലെ മീനും കിട്ടിയില്ല. മിസ്റ്റർ അകത്ത് മുറിയുന്നു, അകത്തോട്ടാണ് കയറി ഇരിക്കാമോ? ഞാൻ അതല്ല പറഞ്ഞത്. പയ്യൻ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ഇവൻ ഇത്രയും പൈസ മുടക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നപ്പോ അവൻ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പോയേക്കുന്നു. ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പോയി അവിടെ പോയി എനിക്ക് മുട്ടുമാറ്റി വെക്കാൻ പറ്റും. ഇവിടെ എത്ര ലക്ഷം രൂപ നമ്മൾ ചെലവാക്കിയെന്ന് അറിയാമോ? എന്താണ്? വരുന്ന രോഗികൾക്ക് വേണ്ടി മൊത്തം പൈസ ചെലവാക്കുന്ന ഞാനാണ്. ഇപ്പൊ തന്നെ ആ പയ്യന്റെ പേരിൽ ഒരുപാട് പൈസ നമ്മൾ ചെലവാക്കി. പൈസ ചെലവാക്കിയെങ്കിൽ എനിക്ക് അത് കമ്പനിയിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞോളൂ. പണം കൂടി പറയോ? പറ എത്രയാന്ന് പറഞ്ഞാൽ എനിക്ക് അറിയണോ അത് കറക്റ്റ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിനൊരു 300 രൂപ. 300. സ്കാനിങ് ഒരു 5000. 5000. അയ്യോ. പിന്നെ ഒരു 2000 രൂപ സ്കാനിങ് അല്ലാതെ ആയിട്ടുണ്ട്. കയ്യിൽ നിന്ന് ഇത്തിരി പൈസ ആയിട്ടുണ്ട്.
പിന്നെ ഉള്ളത് എക്സ്റേ കഴിഞ്ഞു, ഇനി ക്രോസ് മാച്ചിന് ഒരു 5000. ക്രോസ് മാച്ചിന് 5000 രൂപയാ? താൻ എന്തിനോടോ ഇതിൽ കിടന്ന് ഇടപെടുന്നത്? ക്രോസ് മാച്ചിന് 5000. പിന്നെ ഉള്ളത് മൊത്തത്തിലുള്ള മെഡിസിൻസും ഫാർമസിയും മൊത്തത്തിൽ ഒരു 5000 രൂപ വേറെ ആയിട്ടുണ്ട്. അപ്പൊ 5000 രൂപ വേറെ ആയിട്ടുണ്ട്. കൂട്ടി പറ. ക്രോസ് മാച്ച് 5000, എക്സ്ട്രാ സാറേ ഇതെല്ലാം കാരണം കരുതിയാ പോലും സാറേ. സാറേ ഇത് നമ്മളായിട്ട് കുറിക്കണം എന്തിനു സാറേ? സാറ് ഒന്നുമില്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്ത ആളല്ലേ സാറ്. സാറേ തന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ താൻ ഫോൺ പേ ചെയ്താൽ മതി. ഇത് ഇനി ഇപ്പൊ അങ്ങ് പോണ എങ്ങനെ സാറേ? വണ്ടിക്കൂലിക്കൊക്കെ ഒരുപാട് കാശ് വേണ്ടേ? എവിടെ ബോംബെ പോയാലും ഓപ്പറേഷൻ നടക്കുമെന്ന് പറഞ്ഞു. ഫോൺ പേ ചെയ്താൽ മതിയെന്ന്. ഹലോ, ഫോൺ പേ ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റേത് ചെയ്യ്. ഏത്? മറ്റേ ഗൂഗിൾ പ്ലേ. മറ്റേ മൊബൈലിലെ ഗൂഗിൾ പ്ലേ ഉണ്ടല്ലോ, അങ്ങോട്ട് അയച്ചോട്. ഗൂഗിൾ പ്ലേ? ആ, ഒരു ചൊരപ്പും ഇല്ലല്ലേ. ഞാനൊരു കാര്യം പറയാം, ചില്ലറ പൈസ ഒന്നുമല്ല ഇതിനകത്താവുന്നത്. ഓപ്പറേഷൻ നിസ്സാരപ്പെട്ട ഓപ്പറേഷൻ ഒന്നുമല്ല, പിന്നെ പ്ലാസ്റ്റിക് സർജറിയാ. ഈ പ്ലാസ്റ്റിക് മുട്ടുവെക്കാൻ പോണ ചെറുക്കൻ. ഓ എന്റെ പൊന്നെ, ഇനി കർമ്മസേന ഇത് എടുത്തോണ്ട് പോകില്ല ഈ ചെറുക്കൻ. പ്ലാസ്റ്റിക് മുട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് അടങ്ങി കിടക്കാൻ പറ്റുമോ? 40 രൂപ ഇവർക്ക് ഇപ്പൊ തന്നെ കൊടുക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് മുട്ട്. ഇവര് ആ പയ്യന്റെ ലിവർ ഫംഗ്ഷനേ ക്ലിയർ അല്ല. ആരെങ്കിലും ഫംഗ്ഷനിൽ ലിവർ വെക്കൂ, വല്ല ചിക്കനോ മട്ടനോ വെച്ച് കൊടുക്കണം. ലിവർ വെക്കുകയാണെങ്കിൽ ഷാപ്പിലെ സ്റ്റൈലിൽ വെക്കണം. കുരുമുളക് ഇട്ട് വരട്ടി ഉരുട്ടി കൊടുക്കണം. തന്റെ കാലിന്റെ മുട്ടിന്റെ ഓപ്പറേഷൻ നടത്തണ്ടേ? അതെ. ഇതുപോലെ പല കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു ഡോക്ടറാണ് ഞാൻ. ഇപ്പൊ ഉദാഹരണത്തിന് ഈ പുള്ളിയുടെ മുട്ട് ഓപ്പറേഷൻ നടത്തണം. ഈ ഓപ്പറേഷനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഡോക്ടർ വർഗീസ് മാത്യൂസ് ഫിലിപ്പ് നമ്മൾ അമേരിക്കയിൽ പുള്ളിക്കാരന്റെ പൈസയിൽ നമ്മൾ യാത്ര ചെയ്തു. എവിടെയാണ്? അമേരിക്കയിൽ. അപ്പൊ 3 പേരും കൂടെ പാവ പിടിച്ച തേങ്ങോട്ടുകാരന്റെ പൈസയും കൊണ്ട് യാത്ര ചെയ്തല്ലേ? ഈടോ അതൊന്നുമല്ല പറഞ്ഞത്. ബിരുദാനന്തര ബിരുദം നേടിയ ഒരു ഡോക്ടറാണ് ഞാൻ. താൻ ഇവിടെ പൈസ വേണം. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കിടന്ന് അലയ്ക്കാൻ പറ്റത്തില്ല. ഒരൊറ്റ പോയിന്റിന്റെ കുറവിലാ ഞാൻ ഈ മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ട് പദവിയിൽ പോകേണ്ട ഒരാള്. അതെന്തോ ആ പോയിന്റിൽ എത്തിയപ്പോ തെന്നി താഴെ വന്ന അതല്ലെന്ന്. പിന്നെ എനിക്ക് ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ഇത്തിപ്പൂലം പൈസ വേണം. ഇത് എവിടെയാണ് സ്ഥലം? ഇത് ഒറ്റപ്പാലത്തിനടുത്താണോ? ഇത്തിപ്പൂലേ? ഇത് അവിടെ കൊണ്ടുവന്ന് പൈസ തന്നാലേ സാർ ഓപ്പറേഷൻ നടത്തൂ. ഇത്തിപ്പൂലാണോ? എവിടെയാണോ? ഇമ്മിണി പൈസ. ഇമ്മിണി പൈസ ഒരു പോയിന്റിന് സുപ്പീരിയർ ഓഫീസർ പദവി പോയെന്ന് പറഞ്ഞിട്ട് ഇമ്മിണി പൈസ? ലേസം പൈസ. സാർ എവിടുത്തെ സാർ? എടാ നീ ആ വെളിയിലുള്ള കൗണ്ടറിൽ പൈസ അടച്ചിട്ട് വാ. ഓ വെളിയിലെങ്കിലും കൗണ്ടർ ഉണ്ടല്ലോ ഭഗവാനെ. എന്റെ മുട്ടിന്റെ കാര്യം തീരുമാനം. ആ തന്റെ മുട്ടിന്റെ ഓപ്പറേഷൻ ഈ മുട്ടിന്റെ ഓപ്പറേഷൻ എനിക്ക് നല്ലപോലെ നടത്താൻ പറ്റും. ഞാൻ നല്ലോണം ഒരുപാട് ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടല്ലോ. പെട്ടെന്നാവട്ടെ. പിന്നെ ഞാൻ ഈ മുട്ടിന്റെ ഓപ്പറേഷനിലെ ഡോക്ടർ ആയത് എങ്ങനെയാണെന്നറിയോ? അതെങ്ങനെയാണ് സാറേ? പണ്ട് ഞങ്ങളെ വീട്ടിനടുത്ത് റബ്ബർ സ്റ്റേറ്റ് ഉണ്ട്. അത് ശരി. അപ്പൊ ഞാൻ പാലെടുക്കാൻ പോകും. അങ്ങനെ ഞാനിങ്ങനെ ചിരട്ടേന്ന് പാലെടുത്ത് തൊട്ടിയിലൊഴിക്കും, ചിരട്ടേന്ന് പാലെടുത്ത് തൊട്ടിയിലൊഴിക്കും. അങ്ങനെ ഞാൻ ഇങ്ങനെ ചിരട്ട എടുത്ത് പോണത് കണ്ട് ഞങ്ങളെ റബ്ബർ വെട്ടണ അണ്ണം പറയുന്നു, യവൻ ചിരട്ട മാറ്റി വയ്ക്കാൻ ബിരുദം തന്നടേ. ഇത് കേട്ടത് എന്റെ അമ്മയും അച്ഛനും പറഞ്ഞ് ചിരട്ട മാറ്റി ശസ്ത്രക്രിയ നീ പഠിക്കണമെന്ന്. പക്ഷെ ഇത് ഫിസിയോതെറാപ്പിയിൽ നിൽക്കത്തില്ല. പിന്നെ ഇത് മ്യൂസിക്കൽ തെറാപ്പിയിലേ പറ്റും. എന്ത് തെറാപ്പി പെട്ടെന്ന് ചെയ്തതാ സാറേ? പെട്ടെന്ന് മാറ്റിത്തരാം. ഇതൊന്ന് പിടിക്കുകയോ. പുള്ളിക്കാരൻ വരുന്നതിന് മുമ്പ് ഓപ്പറേഷനിലേക്ക് നടക്കത്തില്ല. അങ്ങനെ കൊണ്ടാ? ഓഹോ, മ്യൂസിക്കൽ തെറാപ്പിയാണ്. കാലു നോവുന്നു, മുട്ടു നോവുന്നു, നിന്റെ കാലിന്റെ ചിരട്ട നോവുന്നു, കാലുവേദന, സൂപ്പർ വേദന, തുന്നിക്കെട്ടാൻ ഞാനുണ്ട്. കാലോളം, എത്ര കാലോളം, കാലിപ്പിടിക്കുമ്പം വേദന, മുട്ടിപ്പിടിക്കുമ്പം വേദന, തട്ടിമറിഞ്ഞവനെ, തക മുട്ടി തിരിഞ്ഞവനെ, നീ എത്ര വീണാലും പോയാലും വേദന മറൂല. എന്തായാലും കൃത്യസമയത്ത് തന്നെ ഞാൻ എത്തിയല്ലേ സാറേ? അതുകൊണ്ട് ഓപ്പറേഷൻ കാണാൻ പറ്റി. ഇതെങ്ങനെയായിരുന്നു സാറേ ഓപ്പറേഷന്റെ അവസാന സമയത്ത്? എന്തായിരുന്നു സാർ പറഞ്ഞത്? മുട്ടിയാലും തട്ടിയാലും വേദന മാറൂല. നല്ല കടമുണ്ടല്ലേ സാർ? അല്ലെങ്കിൽ സാർ ഇങ്ങനെ ഇവിടെ നിന്ന് ഓപ്പറേഷൻ ചെയ്യും പാവം പിടിച്ചോന്ന്? ഇതെങ്ങനെ മാറി സാറേ ഈ അസുഖം? ഇപ്പൊ ലേശം ആശ്വാസമുണ്ട്. മാറി ഒരു കാര്യം ചെയ്യും, ആ പയ്യനെ കൂടി അവന്റെ ഓപ്പറേഷൻ നടത്താം. ഇല്ല, അവൻ ജനലിൽ കൂടെ സാറിന്റെ ഓപ്പറേഷൻ കണ്ട് അവൻ പൈപ്പ് വഴി ഊന്നിറങ്ങി ഓടിയവൻ. സാറിന്റെ ഓപ്പറേഷൻ കണ്ടിട്ട് അവൻ ഓടിയ അവൻ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. അപ്പൊ ഇനി അവന് ഓപ്പറേഷൻ വേണ്ടേ? അവന്റെ ഓപ്പറേഷൻ വേണ്ട. ഒരു കാര്യം ചെയ്യും, നിന്റെ മുട്ടിന്റെ ഓപ്പറേഷൻ ഒന്നും കൂടി ഞാൻ നടത്തിയാലോ? സെൽവ, ശംഭു, ശ്യാം 3 പേർക്കും ആദ്യം തന്നെ ഒരു ഉഗ്രം കൈയ്യടി തരികയാണ്. കാര്യം പറഞ്ഞ പോലെ ബാക്കിയുള്ള സ്കിറ്റുകൾക്കൊക്കെ നല്ല അഭിപ്രായം കിട്ടി മുന്നേറുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ സ്കിറ്റിന്റെ അഭിപ്രായം ആദ്യം നമുക്ക് ഷാജോണിൽ തുടങ്ങാം. ഷാജോൺ. സെൽവൻ, ശംഭു, ശ്യാം നന്നായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു ഹോസ്പിറ്റലും അവിടെ മുട്ടുമാറ്റ ശസ്ത്രക്രിയ വിദഗ്ധൻ അല്ലേ ശംഭു? നന്നായിരുന്നു ശംഭു. മൊത്തത്തിൽ നോക്കുമ്പം അത്യാവശ്യം ചിരിക്കാനുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ
നിങ്ങളുടെ ഇതിന് മുൻപുള്ള സ്കിറ്റുകളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു എനിക്ക് പേഴ്സണലി എനിക്ക് അത്രയുള്ള ചിരിക്കുള്ള വകുപ്പ് ഇന്നില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. പക്ഷേ അത് എന്തുകൊണ്ടാണ് സെൽവൻ അങ്ങനെ വരുന്നത്? ഈ ചിരി കുറച്ച് കുറയുന്നത് എല്ലാ സ്കിറ്റുകൾക്കും നമുക്കങ്ങനെ വർക്ക് ചെയ്യുന്നതിൻ്റെ എന്തെങ്കിലും കുഴപ്പമാണോ അതോ? ഇല്ല, നമ്മൾ എല്ലാ സ്കിറ്റുകളും വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ചിലത് നന്നാവും എന്തോ ചിലപ്പോ ഇന്നത്തെ ഓക്കെ. അത് മനഃപൂർവ്വം നിങ്ങളുടെ ഭാഗത്ത് നിന്നൊരു ഒരു അലസത അതിന് വരാൻ പാടില്ല. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഇത് പറയാണ്, ഞാൻ ഇങ്ങനെ നമുക്ക് പരിചയമുള്ള ആളുകൾ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. ഇനി നിങ്ങളുടെ ഭാഗത്ത് അങ്ങനെ വല്ലതും അങ്ങനെ പാടില്ല. അതുകൊണ്ട് നമ്മുടെ റിഹേഴ്സൽ, നമ്മുടെ ഷൂട്ടിൻ്റെ തലേദിവസം ഒക്കെ 100% നമ്മുടെ ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കണം മാറ്റി വെക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമ്മുടെ വേദിയിലുണ്ടാവും. കേട്ടോ, എൻ്റെ റിക്വസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടൈം ഇതുപോരാ, ഗംഭീര പൊട്ടിച്ചിരിക്കില്ല. സെൽവൻ ടീം എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് ചിരിച്ചു മറിയണം, അതാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ അതുപോലുള്ള തമാശകളുമായിട്ട് വരണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. അല്ല, നിങ്ങളുടെ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അതിൽ ചിരിക്കാൻ എന്തെങ്കിലും ഉണ്ടാകുന്നൊരു പ്രതീക്ഷയുണ്ട്. ഇത് തന്നെ ഇപ്പോൾ എത്രാമത്തെ ഹോസ്പിറ്റലാണ്? ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടേജ് നിങ്ങൾ 2-3 എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട്. ഇതൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായാലും അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടാകും എന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇത് കണ്ടിടത്തോളം മനസ്സിലായത് റിഹേഴ്സലിൻ്റെ നല്ല കുറവുണ്ടായിരുന്നു. സാധനം കളിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ള ആർട്ടിസ്റ്റുകളാണ് 3 പേരും. ഓരോരുത്തർ ഓരോ ശൈലിയിൽ നിന്ന് പുറത്തെങ്കിലും കൗണ്ടർ ഉണ്ടല്ലോ ഭഗവാനെ. അതെ, അതൊരു പൊടി കഴിഞ്ഞിട്ട് എനിക്ക് കത്തിയത്. അപ്പോൾ അതിനുള്ള കപ്പാസിറ്റി ഉള്ള ആർട്ടിസ്റ്റുകൾ നമ്മൾ റിഹേഴ്സലിൻ്റെ ആ ഒരു ടൈം ഇതിനു വേണ്ടി തന്നെ ഒഴിച്ചു വെച്ചേ പറ്റൂ. കളിച്ചെടുക്കാമായിരുന്നു. ഇത് എന്തോ നിങ്ങളുടെ റിഹേഴ്സൽ കുറവായിരിക്കും, ചിലപ്പോൾ അത് ഈ പ്രോഗ്രാമിൻ്റെ ഡെയിലിയുള്ള പരിപാടിയുടെ ഒരു ക്ഷീണമായിരിക്കാം. പക്ഷെ അതൊന്നും നമ്മുടെ ഓഡിയൻസിന് ഇതൊന്നും പ്രശ്നമല്ല. അവർക്ക് ചിരിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ഈ ചാനൽ കാണാൻ അവർ ഇതിൻ്റെ മുമ്പിൽ വെയിറ്റ് ചെയ്യുമ്പോൾ നല്ല ചിരി കൊടുക്കണം അവർക്ക്. നിങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ ഷോയുടെ ഏറ്റവും വലിയ പഞ്ചെന്ന് പറയുന്നത്, നിങ്ങളെപ്പോലെ ഇവിടെ ചെയ്യുന്ന എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലോണം ശ്രദ്ധിക്കണം. ഓൾ ദ ബെസ്റ്റ്. സെൽവ, ശംഭു, ശ്യാം നന്നായിരുന്നു കേട്ടോ. കൗണ്ടറുകൾ അത്യാവശ്യം നല്ല കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത് ഈ ഒന്ന് പറയാനുള്ള മെമ്മറി ചില പ്രശ്നങ്ങൾ, ആ ഒരു കണക്ഷൻ പറയാനായിട്ട് ഇപ്പോൾ ശ്യാമാനിലും ശംഭുവിലും ഒന്നിലേക്കൊന്ന് കണക്ട് ചെയ്ത് പോകാൻ ഇച്ചിരി ഡിലേ പോലെ തോന്നി. അത് ഓർത്തെടുക്കാനുള്ള പ്രശ്നമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ബാക്കിയുള്ള കൗണ്ടറുകളൊക്കെ നന്നായിട്ട് ചെയ്തു. പിന്നെ ആ കൗണ്ടറിൻ്റെ പുറത്തെങ്കിലും കൗണ്ടർ ഉണ്ടല്ലോ, ആ സാധനമൊക്കെ അതൊക്കെ നമ്മൾ അറിയാതെ ചിരിച്ചു പോയതാണ്. കാര്യം നിങ്ങൾ വർഷങ്ങളായിട്ട് സ്കിറ്റ് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങളുടെ ഗ്രാഫ് ഇങ്ങനെ മേലോട്ട് പോകുന്നതല്ലാതെ നിങ്ങൾ ഒരിക്കലും ഒന്നും കളിച്ച് കുളവാക്കിയിട്ടില്ല. അപ്പോൾ ആൾക്കാർ നിങ്ങൾ അത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം നിങ്ങളിൽ നിന്നൊരു കുറവ് എന്തായാലും നമ്മൾ ആൾക്കാർക്ക് അതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ അടുത്തതിൽ ഈ പറഞ്ഞ പോലെ കുറേ കൂടെ ഗംഭീരമായിട്ട് കൗണ്ടറുകളും നല്ല സ്കിറ്റുകളും കൊണ്ടുവരിക. 3 പേർക്ക് വളരെ. അപ്പം മാർക്സിലോട്ട് പോവാം. ആദ്യം ഞാൻ തന്നെ മാർക്സ് തരാം. ഞാനൊരു 10,000 രൂപ നിങ്ങൾക്ക് തരുന്നു. അടുത്ത് പ്രചോദനം. ഞാനൊരു 10,000 രൂപ. അപ്പോൾ ഇപ്പം തന്നെ 20,000 രൂപയായി. ബാക്കി നസർക്കയാണ്. ഞാൻ തരാം. 35,000 മോശം എമൗണ്ട് അല്ല. നെക്സ്റ്റ് ടൈം പക്ഷേ ഇത് പോരാ. നിങ്ങൾ ഇവിടെ നിന്ന് പൊട്ടി ഇങ്ങനെ ചെതറുന്നത് കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സോ നെക്സ്റ്റ് ടൈം അതുണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നല്ലൊരു ഗൈഡ് കൊടുക്കാം. സെൽവൻ, ശ്യാം ആൻഡ് ശംഭു, താങ്ക് യു സോ മച്ച്. അതെ, ഇന്ന് ഇത്രയും ചിരി മതി. ഇതാ നമ്മുടെ ടീമുകൾ, നമ്മുടെ പിള്ളേരും ഇന്ന് ഇന്നത്തെ ചിരി ഇത്രയും പോരെ. ബാക്കി നമുക്ക് നാളെ ചിരിക്കാം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.